സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാനത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയാണ്. ഉത്ഥാന തിരുനാൾ നമ്മൾ 2 ആഴ്ചകൾ കടന്നു പോയാൽ പിന്നെ പന്തക്കോസ്ത തിരുനാളാണ്. നമ്മൾ 2000 വർഷം മുമ്പ് തിരുസഭ സ്ഥാപിതമായ തിരുസഭയുടെ ജന്മദിനമാണ് പന്തക്കോസ്ത ദിനം എന്ന് പറയുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച, ത്രിത്വൈക ദൈവം സന്തോഷിച്ച, സ്വർഗം സന്തോഷിച്ച ഒരു ദിവസമാണ്. നമ്മളുടെയൊക്കെ ജന്മദിനം നമ്മൾ സന്തോഷിക്കുന്നെന്ന് പറഞ്ഞതുപോലെയാണ്. ദൈവം നമ്മോടുകൂടെ നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാനായിട്ട് ഏതൻ തോട്ടത്തിൽ വെച്ച് നമ്മളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയാണ് സാത്താൻ നമ്മളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയാം. വീട്ടിൽ നിന്ന് കാണാതെ പോയ ഒരു കുഞ്ഞ് തിരിച്ചു വരുന്ന സന്തോഷം ഓർത്ത് നോക്കി. വർഷങ്ങളായി കാണാതെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തൊരു ആനന്ദം, സന്തോഷമായിരിക്കും. ഇതുതന്നെയാണ് സ്വർഗപിതാവിൻ്റെ ത്രിത്വൈക ദൈവം. അപ്പോൾ ഈശോ ഇന്ന് നമ്മളോട് ആഗോള സഭയിൽ 5-ാമത്തെ ഞായറാഴ്ച ഇന്ന് ഇടയ്ക്ക് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ തുടക്കമാണ്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം മുഴുവൻ പരിശുദ്ധാത്മാവിനെ ഒത്തിരി ഈശോ നമുക്ക് യേശുവിൻ്റെ ഹൃദയം തുറന്ന് ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. അതിനു മുമ്പ് യോഹന്നാൻ 13 ഈശോ വിശുദ്ധ കുർബാനയായി തന്നെ മാറ്റി. അതിനുശേഷമാണ് തൻ്റെ കുരിശിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈശോ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വയ്ക്കാം. മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ നമ്മൾ ശരിക്കും അറിഞ്ഞ് ധ്യാനിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്. യോഹന്നാൻ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. യോഹന്നാൻ 14:1 തൊട്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നമ്മൾ വെള്ളിയാഴ്ചയും ഇതേക്കുറിച്ച് കഴിഞ്ഞ ഇടയ്ക്കും ചിന്തിച്ചാണ്. ഇതേക്കുറിച്ച് ഈശോ നമ്മളെ ഓർപ്പിച്ചാണ്. അതായത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഭൂമിയിൽ നമ്മുടെ ഭവനം നമുക്ക് മനസ്സിലാകേണ്ട രീതിയിൽ അത് പറയുകയാണ്. ഒരു വീട്ടിൽ ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് താമസിക്കുന്ന ഒരു അവസ്ഥ. അപ്പം അതുപോലെ ഒരു അവസ്ഥയിലേക്ക് നിത്യതയിൽ നമ്മുടെ ആത്മാവിനെ എത്തിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും യേശു വിശുദ്ധ കുർബാനയായി തീർന്ന ഇനി കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് യേശു പോകുന്നതും എന്ന് ഇത് പറയുമ്പോൾ കുരിശിൽ മരിക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, യേശു മരിച്ചപ്പോൾ നമ്മളെയും കൊണ്ടാണ്. നാം പാപികളായിരിക്കെ നമ്മളാരും അവനെ അറിയുന്നുണ്ട്. ലോകത്തുള്ള സകല മനുഷ്യരെയും അവൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ തന്നെ യോഗ്യത കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെയാണ് പാപികളെ സ്നേഹിക്കാൻ പറയുമ്പോൾ പാപികളെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്കൊരു മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തി കണ്ടുകൊണ്ടല്ല. ആ വ്യക്തിയുടെ പ്രവൃത്തിയും മുഖവും ഭാവവും പ്രകടനവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല. പക്ഷേ ആത്മീയമായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ദൈവം നിക്ഷേപിച്ച. അപ്പനും അമ്മയിൽ നിന്ന് കിട്ടിയ ശരീരവും മനസ്സും ഇങ്ങനെ സാത്താൻ്റെ അടിമത്തത്തിൽ എന്തെല്ലാം നമ്മളോട് വാശിയും വൈരാഗ്യവും വിദ്വേഷവും നമ്മളെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ച ആത്മാവ് അത് ദൈവത്തിൻ്റെതാണ്. അതൊരിക്കലും നമുക്കെതിരെ ചിന്തിക്കുന്നില്ല, ദൈവത്തിനെതിരെ ചിന്തിക്കുന്നില്ല. നിരന്തരം ദൈവത്തെ തേടുകയാണ്. സങ്കീർത്തനം 42 അല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന വചനമാണ്. സങ്കീർത്തനം 40 നമ്മുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് നിരന്തരം അല്ലേ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഹൃദയം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ് അങ്ങേ തേടുന്നു. വീണ്ടും പറയാം, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ഇത് നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമൊന്നുമല്ല, നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹമാണ്. ദാവീദിലൂടെയും
സംഗീതം 42 നമ്മളെ ഇത് പറയണേ, കരയാണെന്ന് പറയാം. ആത്മാവ് കരയാണ്. രാപ്പകൽ കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ആരാ? സാത്താൻ ചോദിക്കുകയാണ്. നമ്മളെ ശരീരവും മനസ്സും അടിമത്തത്തിൽ ഇട്ടിട്ട് സാത്താൻ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് സാത്താൻ. ദുരാത്മാക്കളെ, നിന്റെ ദൈവം എവിടെയാ? നീ ആശ്രയിച്ചതിൻ്റെ ദൈവം എവിടെയാന്ന് നമ്മുടെ ആത്മാവിനോട് രാപ്പകൽ കണ്ണുനീരിക്ക് എവിടെ നിന്റെ ദൈവം എന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം പോയി നമ്മൾ പള്ളിയിൽ പോകുന്നു, പെരുന്നാൾ കൂടുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവ് ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ ആത്മാവിനെ ശ്രദ്ധിക്കാതെ, ഒരുക്കമില്ലാതെ, ദൈവവുമായിട്ടൊന്ന് അടുക്കാൻ പോലും പറ്റാതെ, അമ്മയെ കാണാതെ ഒരു കുഞ്ഞിനെ പോലെ ആത്മാവ് കരയുമ്പോൾ ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്ര നയിച്ചു. ആഹ്ലാദാരും പെരുന്നാളും വെടിക്കെട്ടും ഇതെല്ലാം ആഹ്ലാദാരും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. ജനം ആർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാനിതെല്ലാം ഓർക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? ഇതെല്ലാം നടക്കുമ്പോൾ, ആഘോഷങ്ങളും തിമിർപ്പും പെരുന്നാളും വെടിക്കെട്ടും ഒക്കെ നടക്കുമ്പോൾ ഉള്ളിലുള്ള ആത്മാവ് കരയാണ്. ദൈവത്തെ കാണാതെ, യഥാർത്ഥം നമ്മൾ ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ട്. എൻ്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മറയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ പോകുന്ന വഴിയിലെല്ലാം ദൈവമേ, നിന്നെ ഒന്ന് കണ്ടെത്താൻ. ഞാൻ പറഞ്ഞത് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. തിരുസഭ സ്ഥാപിച്ചപ്പോൾ നമ്മുടെ ആത്മാവ്, ദാവീദ് സംഗീതത്തിന് എഴുതുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനൊക്കെ മുമ്പ് യേശുവിൻ്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് എഴുതിയ കാര്യമാണ് ദാവീദിൻ്റെ സംഗീതം. അല്ലെ, സംഗീതത്തിനും മിക്കവാറുമൊക്കെ എഴുതപ്പെട്ടിരുന്ന ആരൊക്കെ എഴുതിയെങ്കിൽ പോലും. നമ്മളുടെ ജീവിതം ഇന്ന് ഈശോ പറയുകയാണ്. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട് നഷ്ടപ്പെട്ട് നിങ്ങൾ അലഞ്ഞു തിരിയുന്ന നമ്മളിങ്ങനെ ഓർത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി അതിനെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഭിക്ഷാടനത്തിന് ഇരുത്തുന്ന സംഭവം ഓർത്ത് നോക്കി. ഇതാണ് നമ്മുടെ ആത്മാവസ്ഥയാണ് പറയുന്നത്. സാത്താൻ നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ട്, അവൻ്റെ പാപം ജയിച്ചുകൊണ്ട് നമ്മുടെ മനസ്സും സ്നേഹമൊക്കെ എടുത്തു മാറ്റി, പിതാവിന് ദൈവസ്നേഹം, നമ്മൾ ഭൂമിയിലുള്ള ആരെയും സ്നേഹിക്കാൻ പറ്റാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. സാത്താൻ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരുണ്ടാക്കി എന്ന് പറഞ്ഞു നമ്മളെ അനേകരിൽ നിന്ന് അകറ്റി നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ശരീരത്തിൻ്റെ കണ്ണൊന്നും പോയിട്ടില്ലായിരിക്കാം. ആത്മാവ് ദൈവത്തെ കാണാൻ പറ്റാതെ നമ്മുടെ എവിടുന്ന വന്നതെന്ന് കൊച്ചു കുഞ്ഞായിരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിനെ വീടും അറിയില്ല, ആരും അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഇന്നങ്ങനെയാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തെ കാണാതെ അറിയാതെ അടിമയെപ്പോലെ സാത്താൻ്റെ ഇഷ്ട നിർവഹണത്തിനായി അടിമകളാക്കി വെച്ചിരിക്കുന്ന നിർത്തി നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വല്ല നല്ല വീട്ടിൽ സന്തോഷത്തോടെ കഴിയേണ്ട ഒരു കുഞ്ഞായിരുന്നു. അതിപ്പോൾ റോഡരിയിലും വഴിയിലുമൊക്കെ കിടക്കുന്നതാണ്. കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് കണ്ണ് കാണാൻ വല്ലാതെ വല്ലവരും അവരുടെ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്തൊരവസ്ഥയാണ്! നമ്മുടെ ആത്മാവ് ഏതാണ്ട് ഇതുപോലെയാണ്. ദൈവത്തെ അറിയാതെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളൊക്കെ കുത്തിപ്പൊട്ടിച്ചിട്ട് നമ്മളെ. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ പിതാവ്, നിങ്ങൾ എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അവിടേക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ ആത്മാവിനെ നിത്യതയിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവിനെ കണ്ടെത്താനായിട്ട് കൊണ്ടുപോകുന്ന യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ് ഓർപ്പിച്ചു. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നും സഭാപ്രസംഗൻ 11:5 പലപ്പോഴും ചിന്തിച്ച പോലെ ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറയുന്ന പോലെ, അല്ല, ദൈവം ആത്മാവായ നമ്മുടെ ആത്മാവിനെ നമ്മുടെ അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മൾ ആ ഭ്രൂണത്തിലായിരുന്നപ്പോൾ കൊണ്ട് നിക്ഷേപിച്ച ആത്മാവ് ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ ശരീരം വളർന്നപ്പോൾ ആത്മാവ് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ കൂടെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോൾ സാത്താൻ നമ്മുടെ അടിമ കൊണ്ടുപോയൊക്കെ നമ്മൾ ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച്, സാത്താൻ്റെ ഇഷ്ടം നമ്മൾ അടിമകളായി പോയി ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ, അല്ലേ, കുഞ്ഞ് അമ്മയുമായിട്ട് അല്ലെ അപ്പനുമായിട്ട് കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അലഞ്ഞു വരുന്ന നമ്മളെ ഭയങ്കര മേഖലയാണ്.
പിതാവിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവ് വന്നത് ആത്മാവിൻ്റെ ഭാഗമായി പിതാവിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ തിരിച്ച് നിത്യതയിലേക്ക്, അല്ലെ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ച് എവിടുന്നാണോ നാം വന്നത് തിരിച്ച് അവിടേക്ക് എത്തേണ്ടതാണ്. സഭാപ്രസംഗം 12 ചിന്തിച്ച് നമ്മുടെ മരണം എന്താന്ന്. ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരികെ പോകുന്നു, ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നു എന്നാണ് സഭാപ്രസംഗം 12:7 നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ആ നിത്യത, പർദീസ, ഏദൻ തോട്ടം, നിത്യത, അവിടേക്ക് തിരികെ എത്തേണ്ടതാണ്. അതിനുവേണ്ടി പിതാവ്, നമ്മൾ ചിന്തിച്ചു ജെറമ്യാ 13 അവിടെ തിരികെ എത്തുന്നില്ലെങ്കിൽ പിതാവിൻ്റെ ഉള്ളം നോവുകയാണ്. 5 മക്കളെ രാവിലെ സ്കൂളിൽ വിട്ടിട്ട് ഒരാൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഇത് യഥാർത്ഥമായി നമ്മൾ അറിയേണ്ടതാണ്. എൻ്റെ ഉള്ളം, ഞാൻ ഉള്ളൊരുകി കരയും, കണ്ണുനീർ ധാരധാരയായി ഒഴുകുമെന്നാണ് ജെറമ്യാ 13:15 തൊട്ട് പറഞ്ഞത്. നമ്മളെ തേടി വന്ന ദൈവം, ഈ യേശുവിൻ്റെ മനുഷ്യാവതാരമൊക്കെ ദൈവത്തിൽ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. നമ്മുടെ സാത്താൻ്റെ അടിമത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങില്ലേ, അടിമയായി കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഭിക്ഷാടനം നമ്മളതാന്ന് പറയുമ്പോൾ, അല്ല എന്ന് പറയുമ്പോൾ അതിന് വില കൊടുത്ത് മേടിക്കുകയാണ്. സാത്താന് വില കൊടുത്തുകൊണ്ട് യേശു നമ്മളെ പിതാവിന് വേണ്ടി വിലയ്ക്ക് മേടിച്ചു. എന്താ വില കൊടുത്തത്? പിതാവിൻ്റെ സ്നേഹം അറിയാവുന്ന യേശു ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ വന്ന് യേശു തൻ്റെ ശരീരവും തൻ്റെ ജീവിതവും മാനുഷികമായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു തൻ്റെ ആ ശാരീരികത മനുഷ്യത മുഴുവനും തൻ്റെ ശരീരം മുഴുവനാണ് ശരീരത്തിൻ്റെ നമ്മളെ തിരിച്ചു പിടിക്കാൻ തൻ്റെ ശരീരം കാൽവരിയിൽ സാത്താൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തു പൂർണ്ണമായിട്ടും. ഗത്സമയം തോട്ടത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, അപ്പം ശിഷ്യന്മാര്, അല്ലേ, അപ്പസ്തോലന്മാര് പത്രോസ് വാളെടുത്ത് വെട്ടാനായിട്ട് വാൾ ഉറയിലിടാൻ പറഞ്ഞു യേശുവിനെ പിടിക്കുമ്പോളേ. അപ്പോൾ അവരെല്ലാം ഓടിപ്പോയി. അപ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യം, അവരെ വിട്ടേക്കുക. ഞാനാണ് വില, ഞാനാണ് പാപത്തിന് അടിമയായി ഓരോ ആത്മാവിൻ്റെയും വിലയായി എൻ്റെ സ്വർഗത്തിലെ പിതാവ് തരുന്ന വില ഞാനാണ്. നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യം, അവരെ വിട്ടേക്ക്. പ്രിയമുള്ളവരെ, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ സാത്താൻ്റെ കയ്യിലേക്ക് വിലയായി കൊടുത്തുകൊണ്ട് അവന് എന്തെല്ലാമാണ് യേശുവിനെ ചെയ്തതെന്ന് ഓർത്ത് നോക്കി. അത് മുഴുവൻ അറിഞ്ഞുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ പിതാവിന് നമ്മോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ യേശോയ്ക്ക് അറിയാം. അതാണ് ഈശോ എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്നത് സുവിശേഷത്തിൽ ഈശോ പറയാണ്, ഞാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പിതാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ഞാനാണ് വഴിയും സത്യവും ജീവനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്. അപ്പോൾ പീലിപ്പോസ് പറയുന്നുണ്ട്, പിതാവിനെന്ന് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഈശോ പറഞ്ഞു, പീലിപ്പോസെ, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ, ഞാൻ പിതാവാണല്ലേ, പിതാവിൻ്റെ സാന്നിധ്യമാണ് ഞാൻ. എൻ്റെ ശരീരത്തിൽ, ഒരു മനുഷ്യ ശരീരത്തിൽ ദൈവം ഭൂമിയിൽ വന്നിരിക്കുക, പിതാവ് തന്നെ വന്നിരിക്കുകയാണ്. എൻ്റെ ആത്മാവ് പിതാവിൻ്റെതാണ്. പരിശുദ്ധാത്മാവ് ഒരാത്മാവാണ്, ഒരു ത്രിത്വികത, ഒരു ദൈവമാണ്. ഒരു ശരീരം എടുത്ത് നമുക്ക് വേണ്ടിയാണ് ശരീരം. കാരണം നമ്മുടെ ശരീരത്തിൽ പാപം ചെയ്ത പാപജഡിക സുഖങ്ങൾക്ക് പരിഹാരമായ തൻ്റെ ശരീരത്തിൽ അതികഠോരമായ വേദന ആഴത്തിൽ മുറിവേറ്റു. എന്നല്ലേ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ രക്തം ചിന്തി, രക്തത്താൽ വീണ്ടെടുത്തു എന്നൊക്കെ പറയുമ്പോൾ രക്തം ചിന്തുന്ന എപ്പോഴാണ്? ആഴത്തിൽ ശരീരത്തിൽ മുറിവുള്ളപ്പോൾ രക്തം ചിന്തുന്നു. അപ്പോൾ രക്തം ചിന്തി രക്തത്താൽ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡത്തിൽ വന്ന പാപത്തിന് പരിഹാരമായി നമ്മുടെ പാപ ജഡിക സുഖങ്ങൾ ദൈവവചനത്തിന് എതിരെ പോയി ചെയ്ത സകലം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒരാളെ പണ്ടൊക്കെ നമ്മൾ നല്ല ചീത്ത പറയുമ്പോൾ എന്തൊരു ആനന്ദമായിരുന്നല്ലേ. ഒരുത്തിനോട്ടൊരു കൈ നീട്ടിട്ടുണ്ട് അടിയും അടിച്ചാൽ എന്തൊരു ആനന്ദമായിരുന്നു. ഒരുത്തിനെ ഒന്ന് പറ്റിച്ചു കഴിഞ്ഞാൽ എന്തൊരു ആനന്ദമായിരുന്നല്ലേ, അല്ലേ. നമ്മൾ ജഡിക പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിനെതിരെ ഇതിന് പകരമായിട്ട് യേശു പാപ ജഡിക സുഖങ്ങൾക്ക് വരാൻ അതികഠോരമായ വേദന സഹിക്കുകയാണ്. നമ്മുടെ പാപസുഖങ്ങളെ ക്യാൻസൽ ചെയ്യാനായിട്ട് യേശുവിൻ്റെ പച്ച മാംസ ശരീരത്തിൽ അതികഠോരമായ വേദന, ആഴത്തിലൊരു മുറിവേറ്റ് ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് ആ ചൂണ്ട പോലെ കൊളുത്തിട്ട് അടിച്ച ആ വലിച്ചുമ്പോൾ ശരീരത്തിന് ആഴത്തിൽ മുറിവുണ്ടായി. ആഴത്തിൽ മുറിവുള്ളപ്പോൾ രക്തം വാർന്നൊഴുകുകയാണ്. അപ്പോൾ അവൻ രക്തത്താൽ എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ആഴമായ മുറിവേറ്റ് ആഴത്തിൽ വേദന അനുഭവിച്ച് നമുക്ക് വേണ്ടി കൊടുത്ത പാപജഡിക സുഖങ്ങൾക്ക് പകരമായി അവൻ സഹിച്ച അതികഠോരമായ, അല്ലേ, ഈശോമിശിഹായുടെ അതിദാരുണമായ
പീലാത്തോസ് കണ്ടപ്പോൾ പറഞ്ഞു, എന്താ നിങ്ങൾ ഇവനോട് ചെയ്തത്? അവനെ അടിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ കൊല്ലാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അവനെ കണ്ടപ്പോൾ ഏശയ്യാ പറയുന്നുണ്ട് 52 അവനെ കണ്ടപ്പോൾ അവന് മനുഷ്യന്റെ രൂപം ഉണ്ടായിരുന്നില്ല, അവൻ വിരൂപനാക്കപ്പെട്ടു. അവന്റെ മുഖവും ശരീരവും ഒക്കെ ഒരു മനുഷ്യൻ്റെതായിരുന്നില്ല. മാംസകഷ്ണങ്ങളിൽ അടർന്നു തൂങ്ങിക്കിടക്കുകയാണ് അവന്റെ ശരീരത്തിൽ നിന്ന്. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ ഉള്ളിലെ ആത്മാവിന് വേണ്ടി, ലോകത്തുള്ള ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള ആത്മാവിന് വേണ്ടി യേശു അറിഞ്ഞുകൊണ്ട് കൊടുത്ത വിലയാണ്. നമ്മൾ കാണുന്ന ക്രൂശുദുരൂപമൊക്കെ വളരെ നിസ്സാരമാണ്, നമുക്ക് കാണാൻ പറ്റുന്ന. പക്ഷേ നോക്കി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പീലാത്തോസ് പോലും കണ്ടാലും മനുഷ്യൻ എന്ന് പറയുന്നത്, ഇത് മനുഷ്യന്റെ രൂപമാണോ എന്നാണ് ചോദിച്ചത്. ആണ് യേശയ്യാ പറഞ്ഞു, അവനെ കണ്ട അവർ അമ്പരന്ന് പോയി, മനുഷ്യൻ്റേതായിരുന്നില്ല അവൻ്റെ രൂപം, അവൻ വികൃതമാക്കപ്പെട്ടു. നമ്മുടെയൊക്കെ നമുക്ക് വേണ്ടി കൊടുത്ത, എന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി, ഇതാ അന്ന് കൊടുത്ത അറിഞ്ഞുകൊണ്ട് തന്നെ സകല പീഡകളും സഹിച്ച് അവൻ കൊടുത്തു. ഞാനത് പറയുന്നത് മനസ്സിലാക്കണം. അവനോടുള്ള സ്നേഹം നമുക്ക് കൂടേണ്ട അവിടെയാണ്. അറിയുമ്പോഴാണെന്നോ, എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാവിനെ സാത്താൻ അടിമയായ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെയും മനുഷ്യവർഗം മുഴുവനെയും, ഈ സകല ജാതി ജനതകളിലുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിനെ, ഏത് ജാതിയിലും ജനതയിലും പെട്ടവരായാലും ഇതുപോലെ ആരും ഒരു ദൈവങ്ങളോ ദേവതമാരോ ചെയ്യാത്ത ഒരു കാര്യം സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു വില കൊടുത്തത്. ഇതെല്ലാവരും അറിയണം. ഇതാണ് യേശു പറഞ്ഞത്, ലോകമെങ്ങും പോയി സകല മനുഷ്യരോട് ഈ വാർത്ത നിങ്ങൾക്ക് വേണ്ടി, ഈ കേൾക്കുന്നവർക്ക് വേണ്ടി അവൻ വലിയ വില കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു. 1 കൊരിന്തോസ് 6:19 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയുമ്പോൾ, നമ്മളുടെ സ്വന്തം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളും നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകൾ വന്നിരിക്കുന്ന ശാപങ്ങളും നമ്മുടെ ആന്തരിക മുറിവുകളും നമ്മൾ എന്തെല്ലാമാണോ അതെല്ലാം കൂടെ മൊത്തമായിട്ടാണ് യേശു വിലയ്ക്ക് വാങ്ങിയത്. നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ സകല രോഗങ്ങളും ശാപങ്ങളും, നമ്മൾ ചെയ്തു പോയ സകല യൗവനത്തിലെ പാപങ്ങളും, അറിയാതെ ചെയ്തു പോയ സകല പാപങ്ങളും കൂടെ മൊത്തമായിട്ടാണ്. ഒരു വീട് മേടിക്കുമ്പോൾ അത് അല്ലേ, ചില വീട് അങ്ങനെയാണ്, ആ സീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന പോലെ അത് പുതുക്കുകയൊന്നും വേണ്ട, അതുപോലെ എന്നാ വിലയ്ക്ക് തരുമെന്ന് ചോദിക്കുമല്ലേ. ഇപ്പോൾ വീട് വിൽക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റുകാർ ചോദിക്കും, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്ത് വില തരും? ഇതാണ് നമ്മളെ യേശു സാത്താനോട് പറഞ്ഞു, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അവരെ മേടിക്കുകയാണ്, അവരുടെ സകല പാപങ്ങളും അവരായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അവരെ വിലയ്ക്ക് മേടിക്കുകയാണ്. എന്ത് വിലയാണ് ഞാൻ കൊടുക്കേണ്ടത്? ആ വിലയാണ് ഈശോ കൊടുത്തത്. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി വില കൊടുത്തു. അതാണ് നമ്മളെ റോമർ 8:1 ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. There is no condemnation for those who are in Christ Jesus now. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് മാത്രം മതി. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വില കൊടുത്തതാണ്, പരിഹാരമായി എന്ന് പറഞ്ഞാൽ അവിടെ സൗഖ്യമുണ്ട്. അത് വിശ്വസിച്ചാൽ മാത്രം മതി. നീ എനിക്ക് വേണ്ടി വില കൊടുത്ത് എൻ്റെ രോഗത്തെ നീ ഏറ്റെടുത്തതാണ്. എൻ്റെ കുടുംബ പ്രശ്നം, എൻ്റെ സാമ്പത്തിക പ്രശ്നം, ഇന്നത്തെ എൻ്റെ സകല നിരാശ, ആത്മഹത്യാ പ്രവണത എല്ലാം യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. മാനസിക രോഗങ്ങളെ, തകർച്ചകളെല്ലാം യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മുടേതും നമ്മുടെ കുടുംബാംഗങ്ങളുടേതും മനുഷ്യവർഗം മുഴുവൻ്റേതും. എന്നിട്ട് അവന് ക്രൂശിൽ നല്ല ചിന്തിച്ചു, നമ്മളെ അവൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. സാധനം മേടിച്ചുകൊണ്ട് വീട്ടിൽ മുറിക്കകത്ത് കൊണ്ടുപോകുന്ന പോലെ യേശുവിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ആയിരിക്കുന്നത് പോലെ സ്വീകരിച്ചു. എന്നിട്ട് അവൻ കുരിശിൽ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ അടികളേറ്റപ്പോൾ, ഇന്നലെ നമ്മളെ ഒരാൾ അല്ലേ, അടി നമുക്ക് വീഴുമ്പോൾ, ഒരാൾ നമ്മളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ആ അടി മുഴുവൻ അയാളുടെ ദേഹത്ത് വീഴുന്ന പോലെ നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവനും യേശു തൻ്റെ ശരീരത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ, സാത്താൻ അടിച്ചപ്പോൾ അടി മുഴുവൻ യേശുവിന് കിട്ടി. അതാണ് അവൻ്റെ പീഡാസഹനം. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശരീരം അതികഠോരമായി പീഡിപ്പിക്കുമ്പോൾ, ആണി തൂങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലുണ്ട്. നമ്മളൊന്നും അറിഞ്ഞില്ല. നമ്മളുള്ള സ്നേഹത്തെ പ്രതി അവൻ പാതാളത്തിൽ, നമ്മൾ പോകേണ്ട നരകത്തിലെ അടിത്തട്ടിലേക്ക് അവൻ ഇറങ്ങി നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട്. മാത്രമല്ല, നമ്മളവിടെ കിടക്കേണ്ടവരായിരുന്നു അന്ന്, അല്ല, യേശുവിൻ്റെ കാലത്തിന് മുമ്പ് മരിച്ചവരെല്ലാം നരകത്തിൽ കിടക്കേണ്ടവരായിരുന്നു. എന്നാൽ നമുക്കറിയാം, യേശു നമ്മളെ അതുമാത്രമല്ല അവിടുന്ന് അനേകരെയും ഉയർത്തിക്കൊണ്ട് വന്നതായിട്ട് നമുക്കറിയാം. ഞാൻ അധികം പോകുന്നില്ല ഇപ്പോൾ.
അവൻ നമ്മളെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുഴപ്പമുണ്ട് അതിനെല്ലാം അവൻ നമ്മളെ അവൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് അവൻ നമ്മളെയും കൊണ്ട് ആരോഹണം ചെയ്തു. അവിടുന്ന് നമ്മളെയും കൊണ്ട് അവനെ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് കയറി. പിതാവിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ട് സമർപ്പിച്ചതാപ്പാ, നിനക്ക് നഷ്ടപ്പെട്ട മക്കൾ ഇതാണപ്പാ, അവരെ ഞാനിതാ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ തിരുസഭയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ഒരു സ്ഥലത്ത് അല്ലേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥലം ഇതാണ് ഈശോ പറഞ്ഞത്, ഞാനൊരു സ്ഥലം ഒരുക്കി. വീണ്ടും വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ നിത്യതയിലേക്ക് പൂർണ്ണമായി നമ്മൾ എത്തേണ്ട അന്ത്യവിധി നാളിനെ കുറിച്ചാണ് ഈശോ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൊട്ടിക്കൊണ്ടുപോകുന്നു. ഈശോ എന്നിട്ട് പറഞ്ഞ കാര്യം യോഹന്നാൻ 14 വായിക്കുമ്പോൾ ഈശോ പറയാണ്, ഫിലിപ്പോസിനോട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. പിതാവിന് നിങ്ങളുള്ള സ്നേഹമാണ്. പക്ഷെ പിതാവിന് ശരീരമല്ല, പിതാവ് ആത്മാവാണ്, ദൈവം ആത്മാവാണ്. ത്രിത്വൈക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാവാണ്. പക്ഷെ പുത്രനായ ദൈവം ശരീരമെടുത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന് അനുഭവിച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ്. വേറെ ആർക്കും അതിനുള്ള യോഗ്യതയില്ലായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരുവനും രക്ഷയിൽ ആകാശത്തിന്റെ കീഴ് ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല, ഒരു നാമവുമില്ല രക്ഷയ്ക്ക് വേണ്ടി. അവനാണ് നമ്മുടെ പാപത്തിന് വില കൊടുത്തത്. അവനാണ് സാത്താന്റെ കയ്യിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അവനാണ് സ്വർഗം നമുക്ക് തരാൻ പിതാവിന്റെ അടുത്തേക്ക് നമ്മളെ കയറ്റിക്കൊണ്ടുപോയി നമ്മളെ പ്രസന്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ നിത്യത്തിലേക്ക് എത്താനുള്ള വഴി ഒരുക്കിയത്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നു. യോഹന്നാൻ 14:6 ഇന്നത്തെ വചനത്തിൻ്റെ ഭാഗമാണ്. ഈശോ പറയാണ്, താഴോട്ട് വായിക്കും യോഹന്നാന്റെ വായന, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവ് എന്നിലും, എന്ന് പറഞ്ഞാൽ ആത്മാവായി യേശുവിൻ്റെ ഉള്ളിലുണ്ട്. പിതാവ് എന്നിലും, യേശു ശരീരമുണ്ട്, പിതാവ് ആത്മാവാണല്ലോ. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിലുള്ള പൂർണ്ണത, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പരിശുദ്ധാത്മാവും പിതാവ് യേശുവിൻ്റെ ഉള്ളിലുണ്ട്. പിതാവ് എന്നിലും ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. അപ്പം 3 വ്യത്യസ്ത ഒന്നിച്ചാണ് പ്രവൃത്തികളിലൂടെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നത് മാത്രം. ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി വില കൊടുത്തത് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് യേസ് അതേ എന്ന് പറയുമെന്ന്. എന്നിട്ടാണ് ഇന്നത്തെ വായനയല്ല, നമ്മൾ ചിന്തിക്കുകയാണ് പന്തക്കോസ്തായ്ക്ക് വേണ്ടി ഇതോടൊപ്പം അല്പം ചെയ്യാൻ. അതായത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതായത് 10 കൽപ്പന. നമ്മൾ സ്നേഹം വേറൊന്നും വേണ്ട ഈ ഭൂമിയിൽ. നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ പെരുന്നാളും വെടിക്കെട്ടും ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, യോഹന്നാൻ 14:15, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതായത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം അങ്ങും പോകത്തില്ല. ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച പൗലോസൊക്കെ അല്ലേ, യേശുവിൻ്റെ നാമം ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന സാവൂളായിരുന്നപ്പോൾ പൗലോസ് പിന്നീട് റോമർ 8 പറയുന്നുണ്ടല്ലോ, ഈ കർത്താവ് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആർക്ക് എന്തിന് എന്നെ മാറ്റാൻ കഴിയുമെന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സാവൂളാണ് പൗലോസ് ആകുന്നതിന് മുമ്പ് നേരിട്ട് ചോദിച്ചാണ്. ആരോടും അങ്ങനെ ചോദിച്ചാണ് നമുക്കറിയില്ല. സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ആരാണ് കർത്താവേ നീ പീഡിപ്പിക്കുന്ന? ക്രിസ്തുവാണ് ഞാൻ. ആ ഒരു ചോദ്യം ചോദിച്ച പൗലോസ് പറയുകയാണെന്ന് ആ തിമോത്തിയുടെ ലേഖനം 1 തിമോത്തി 1-ാം അധ്യായം 15 ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ആയിരുന്നു എന്നല്ല, അത്രമാത്രം എളിമയാണ് പറയുന്നത്. ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ആയിരുന്നു എന്നല്ല, പഴയ ഓർമ്മ വെച്ച് പറയാണ്, അത്രയും എളിമയോടെ പറയാണ്. എന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ? എന്നോട് ചോദിച്ചു നീ എന്താ എന്നെ പീഡിപ്പിക്കുന്നത് എന്ന്. എന്നിട്ട് ഇത്രമാത്രം സ്നേഹം എന്നിൽ ചൊരിഞ്ഞെങ്കിൽ നിങ്ങളോട് ആരോടും അവൻ ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ച അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്നേക്കാൾ എത്രയോ അധികമായി അവൻ നിങ്ങളെ കരുതുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ എന്തേ അറിയാത്തത്? അവൻ്റെ നാമം ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന
എന്നെ അവൻ ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ എന്നിട്ടാണ് പറഞ്ഞത്, യേശുക്രിസ്തു പാപികളെ തേടിയാണ് ലോകത്തിലേക്ക് വന്നുവെന്ന ആ വചനം, ആ പ്രസ്താവന തികച്ചും സത്യമാണ്. കാരണം ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പാപികളിൽ ഒന്നാമനായ എന്നിലേക്ക് ഇത്രമാത്രം കൃപ അവൻ ചൊരിഞ്ഞെങ്കിൽ നിങ്ങൾ ഓരോരുത്തരിലേക്ക് എത്രമാത്രം കൃപ അവൻ ചൊരിയാതിരിക്കുകയില്ല. നമ്മൾ അറിയണം പ്രിയമുള്ളവരെ, പിതാവിൻ്റെ സ്നേഹമാണ് യേശു. അപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് പരിശുദ്ധം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം അല്ലേ. നമ്മുടെ ശരീരമൊക്കെ നന്നായിരിക്കും, നല്ലതായിട്ട് ഭക്ഷണം കഴിച്ച് രോഗാണുക്കളൊന്നും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ നമുക്ക് ആരോഗ്യം എന്ന് പറയും. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്, ദൈവത്തോടാണ്. 10 കൽപ്പനയിൽ പലപ്പോഴും ചിന്തിച്ചാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. 10 കൽപ്പനയുള്ള ആദ്യത്തെ 3 കൽപ്പന ദൈവവുമായുള്ള നമ്മുടെ സ്നേഹം സ്ഥാപിക്കുന്നതാണ്. ബാക്കി 7 കൽപ്പനകളും മറ്റുള്ള മനുഷ്യരുമായുള്ള നമ്മുടെ സ്നേഹം നിലനിർത്തുന്ന കൽപ്പനകളാണ്. 7, 10, 7, 5 തൊട്ട് കൊല്ലരുതെന്ന് തുടങ്ങി അങ്ങോട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് തുടങ്ങിയ താഴോട്ട് ഉള്ള ആ കൽപ്പനകൾ മുഴുവനും മറ്റുള്ളവരുമായുള്ള നമ്മുടെ സ്നേഹം നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പന്തക്കോസ്ത, ഈ മെയ് മാസം 24-ാം തീയതി പന്തക്കോസ്ത ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ഒരു പുതിയ പരിശുദ്ധാത്മാവല്ല. കുഞ്ഞുനാളിൽ മാമോദീസായുടെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് നമ്മൾ അറിയാഞ്ഞതുപോലെ നമുക്ക് ഒരു അന്യനായിപ്പോയി പരിശുദ്ധാത്മാവ്. ആ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പൗലോസ് പറയുന്നുണ്ട് എഫേസ്യർ 4:30, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ആർക്കറിയാം ഇതൊക്കെ നമ്മൾ തോന്നുന്ന പാപമൊക്കെ ചെയ്ത് അതും ഇതും പറഞ്ഞ് മറ്റുള്ള എത്രയോ മനുഷ്യരോടാണ് നമുക്ക് ഇന്ന് വെറുപ്പും വിദ്വേഷവും വാശി. അപ്പോൾ സ്നേഹം നഷ്ടപ്പെടുത്തി, ഈ സ്നേഹം ഇല്ലെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവിന് നമ്മൾ ഇപ്പോൾ ഇല്ലേ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ശുദ്ധമായി ഉള്ളതുകൊണ്ടല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ ഒരു എലി ചത്ത് കിടക്കുവാണ്, നമ്മുടെ വീട്ടിൽ എന്തൊരു ദുർഗന്ധമായിരിക്കും അല്ലേ. ഒരു എലി ചത്ത് കിടക്കുവാണെങ്കിൽ എന്തൊരു ദുർഗന്ധമായിരിക്കും. നമ്മൾ ആ വീട്ടിൽ താമസിക്കുക, നമ്മൾ ഇറങ്ങി ഓടും. എവിടുന്നെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ എലി എവിടെ ചത്ത് അതിനെ കണ്ടുപിടിച്ച് അതിനെ പുറത്ത് അവിടെ ക്ലീനാക്കി കഴിയുമ്പോഴാണ് അവിടെ നല്ല ശുദ്ധമായ വായു വരുമ്പോഴേ നമ്മളെ വീട്ടിലേക്ക് കയറത്തുള്ളൂ. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഇതുപോലൊരു നാറ്റമാണ് നമ്മുടെ ഉള്ളിൽ. പരിശുദ്ധാത്മാവിന് സ്നേഹത്തിൻ്റെ സ്നേഹമില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലായിരിക്കാൻ പറ്റില്ല. സാത്താന്റെ പാപത്തിന്റെ ദുർഗന്ധമായി നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് വെളിപാട് 3 പറഞ്ഞ്, കണ്ടാലും ഞാനിതാ വാതിൽക്കൽ നിൽക്കുകയാണ്, പുറത്തിറങ്ങി നിൽക്കുകയാണ്, നാറ്റം കാരണം. കണ്ടാലും ഞാനിതാ വാതിൽക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വാതിൽ തുറന്നു വന്നാൽ ഞാൻ ഉള്ളിലേക്ക് വരും, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊന്നുമല്ല, സ്നേഹം, ദൈവത്തോടും മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തുമ്പോഴാണ് മാമോദീസായുടെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളെക്കുറിച്ചുള്ള നമുക്കുള്ള ആരോഗ്യം, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മളുടെ സമ്പത്ത്, നമ്മുടെ എല്ലാം സാത്താൻ അപഹരിച്ചുകൊണ്ട് പോയി. എന്നോട് ചോദിക്കുക, വെളിപാട് 3 പറഞ്ഞു, നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നൽകാം. നിന്റെ നഗ്നത മറ്റുള്ളവർ എന്ന് ബൈബിളിൽ പറഞ്ഞത് സാത്താനെ കുറിച്ചാണ്. മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് ഒരു മനുഷ്യന് അന്യരല്ല, മറ്റുള്ളവർ നിന്റെ നഗ്നത കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ഞാൻ നിന്നെ ശുഭവസ്ത്രം നിന്റെ പാപത്തിൻ്റെ ആ നഗ്നത മാറ്റല്ല. ഇങ്ങനെയാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് സാത്താൻ്റെ കൂട്ടം നിന്ന് കൈകൊട്ടിച്ചിരിക്കുകയാണ്. നമ്മളുടെ നഗ്നത, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് നോക്കി, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ തുണി ഇരിഞ്ഞു പോയി വഴിയിൽ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഒരു മാർക്കറ്റിൽ നമ്മൾ തുണിയില്ലാതെ നിൽക്കുകയാണെന്ന് ഓർത്ത് നോക്കി നമ്മുടെ അവസ്ഥ എന്താണ്? ഇത് ആത്മീയമായിട്ട് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് നമ്മളെ നഗ്നരാക്കിയിട്ട് സാത്താന് ഒരു ദുരാത്മാക്കളെ കൈകൊട്ടിച്ചിരിക്കുകയാണെന്ന്. നമ്മൾ നല്ല അല്ലേ, നീ എല്ലാം ഉണ്ടെന്ന് നീ പറയും, നിനക്ക് എല്ലാം ഉണ്ട്, നീ സമ്പന്നനാണ്, നീ എനിക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് വന്നാൽ ഞാൻ പറയുന്നു, നീ നഗ്നനും അന്ധനും ദരിദ്രനും നികൃഷ്ടനുമാണെന്ന്. സാത്താൻ അങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ് നമ്മളെ. അനേകരോട് വെറുപ്പും വിദ്വേഷവും വാശി എന്തെല്ലാമാണ് നമ്മൾ ചെയ്തത്. നമ്മളാലും മനഃപൂർവ്വമല്ല. നമ്മളെവിടെയാണ് എൻ്റെ ദൈവമേ, ഞാനിത് അറിഞ്ഞില്ല, തിരിച്ചു വരുന്നു, നീ അനുദപിക്കുക എന്നാണ് വെളിപാട് മുഴുവൻ. അനുദപിക്കുക, തിരിച്ചു വരിക എന്നാണ് പ്രിയമുള്ളവരെ. അപ്പം നമ്മളെ മറയ്ക്കുന്ന നമ്മുടെ ആത്മാവിലേക്ക് ദൈവം വന്നുകൊണ്ട് ഈശോ പറയുകയാണ്, യോഹന്നാൻ 14:23, നിങ്ങളെ ഈ സ്നേഹം വീണ്ടും സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട്, നിങ്ങളെ കരുണ കാണിച്ചുകൊണ്ട്, എല്ലാവരെയും ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹിക്കാനും കരുണ കാണിക്കാനും
ആരെയും വഞ്ചിക്കാതെ, അല്ലേ? നമ്മൾ ഈ സങ്കീർത്തനത്തിലൊക്കെ പറയുന്നില്ല, ആരാണ് കർത്താവിൻ്റെ മലയിൽ കയറുക, അവിടുത്തെ വിശുദ്ധഗിരിയിൽ നിൽക്കും, അല്ലേ? നിഷ്കളങ്കമായ ഹൃദയമുള്ളവനും പണത്തിന് പലിശ ഈടാക്കാത്തവനും. കുറേ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ നിന്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന ആ അവസ്ഥകളൊക്കെ ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മലയിൽ അല്ലെങ്കിൽ സ്വർഗത്തിന് എത്തിയിലേക്ക് അറിവാൻ ഇന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മൾ യോഹന്നാൻ 14-15 അധ്യായങ്ങളൊന്ന് വായിക്കുന്ന നല്ലതാണ്. എൻ്റെ വചനം നിങ്ങൾ പാലിക്കുന്നെങ്കിൽ ഞങ്ങൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം പൂർണ്ണതയിലേക്ക് വരികയാണ്. നമ്മുടെ ഉള്ളിൽ നല്ല ദുർഗന്ധമല്ല, സുഗന്ധമാണ് അപ്പോൾ, അല്ലേ? പരിശുദ്ധ അമ്മ വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണമെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഏതാണ്ട് അത് തന്നെയാണ്. സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. നല്ല സ്പ്രേ അടിച്ചതുപോലുള്ള മണം, മുല്ലപ്പൂവിൻ്റെ മണം പരിശുദ്ധ അമ്മ കടന്നപ്പോൾ പല പറയും, എന്താ അത് കാര്യം? നമ്മുടെ ഉള്ളിലേക്ക് ആകർഷകമായ ദൈവസ്നേഹം, ദൈവത്തിന് നിങ്ങൾ എൻ്റെ വചനം പാലിക്കുന്നെങ്കിൽ നല്ല സുഗന്ധമാണ്. നിങ്ങൾ എൻ്റെ വചനം പാലിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മയുണ്ട്, വിശുദ്ധരുണ്ട്, എബ്രായർ 12 പറഞ്ഞ പോലെ ദൂതഗണങ്ങളുണ്ട്, എല്ലാവരോടേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഉള്ള ആകർഷകമായ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവ് ഇത് മാമോദീസായുടെ പണ്ട് കിട്ടിയ അതേ ആത്മാവിനെ തന്നെ നമ്മൾ യേശുവിന് നമ്മൾ സ്നേഹത്താൽ വീണ്ടും ശക്തി പ്രാപിച്ച് ഇന്നലൊക്കെ ചിന്തിച്ച് നമ്മൾ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. പുതിയൊരാത്മാവല്ല. ഇപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ വിശുദ്ധീകരിക്കാനൊരു തീരുമാനമെടുക്കുക. അനുതാപത്തോടെ, നല്ലൊരു കുമ്പസാരത്തോടെ എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനമെടുത്ത് ദുർഗന്ധമൊക്കെ മാറ്റി നമ്മൾ സ്നേഹം നിറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ പറയുന്നത് യോഹന്നാൻ 14:23, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾ പിതാവും പുത്രനും, കാരണം എന്താ? പരിശുദ്ധാത്മാവ് ഉണ്ടോ അവിടെ? പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇതിനു വേണ്ടി ഒരുക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. മാമോദീസ നമുക്ക് കിട്ടിയ ആ സഹായകൻ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് യേശുവിനെ അല്ലെ? പൗലോസ് പറയുന്നുണ്ടല്ലോ റോമർ 8 പിതാവിനെ അപ്പ എന്ന് വിളിക്കുക. റോമർ 8:14-15 ഈ ആത്മാവ് മുഖേന പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. വീണ്ടും 1 കൊരിന്ത്യർ 12 ഈ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയാൻ പറ്റില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ നമ്മളൊന്ന് അനുവദിച്ചാൽ, സ്നേഹം ഒന്ന് പുനഃസ്ഥാപിച്ചാൽ മതി. അപ്പോൾ എന്താ സാധിക്കും? നമ്മുടെ ഉള്ളിലേക്ക് പിതാവും പുത്രനും കൂടെ വന്ന് വസിക്കുമെന്ന്. പരിശുദ്ധാത്മാവ് ഉണ്ട് അവിടെ. ആ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ പിതാവും പുത്രനും നമ്മുടെ ഉള്ളിൽ വന്ന് വാസം. ഓർത്ത് നോക്കിയേ, നമ്മളിപ്പോൾ ഭൂമിയിൽ ആപ്പാട് അസ്വസ്ഥമായിരിക്കുക. മുമ്പേ പറഞ്ഞില്ലേ, കരഞ്ഞു നടക്കുന്ന ആത്മാവ്. ഇപ്പോൾ നമ്മുടെ ആത്മാവിലുള്ള ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം എന്നൊക്കെ പറഞ്ഞ ദൈവരാജ്യ അനുഭവം എന്താ? നമ്മുടെ ആത്മാവ് ഇപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും കൂടെ അടിച്ചു പൊളിച്ച് ഒന്നിച്ച് വസിക്കുന്ന ഒരു ജീവിതമാണ് ആത്മാവിലുള്ള ജീവിതം. അവിടെയാണ് ആത്മാവിലുള്ള ആനന്ദം. നമ്മുടെ ആത്മാവ് ഇപ്പോൾ കരയുന്നൊന്നുമില്ല. നമ്മുടെ ആത്മാവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് നമ്മൾ ഈ ഭൂമിയിൽ അപ്പനും അമ്മയും മക്കളും കൂടെ വസിക്കുമ്പോൾ നമ്മൾ അറിയണം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ആനന്ദിക്കുന്ന ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. ആത്മാവിൽ നയിക്കപ്പെടുന്ന ആത്മാവിലുള്ള ജീവിതം. ദിവ്യകാരുണ്യമായ അനുദിനം നമ്മുടെ ആത്മാവിൽ കടന്നു വരികയാണ്. ഇപ്പോൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.